പിക്നിക്കിന് വന്നതല്ലേ കോളേജ് എക്സ്കർഷന്? അന്ന് സമയം കാണില്ലല്ലോ ഒന്നിനും. അന്നേരം പോയിട്ടില്ലല്ലോ. ആ പോവാൻ സമയം കാണില്ലല്ലോ. അന്നേരം പോയിട്ടില്ല. Look at it. Hi guys, good morning. Welcome to our new vlog. രാവിലെ തന്നെ ഒരാൾ ഇറിറ്റേഷൻ ആയിട്ട് നിൽക്കുവാണ്. കാരണം ഇവിടുത്തെ തണുപ്പില്ലായ്മയൊന്നുമല്ല, രാവിലെ തന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഓർഡർ ചെയ്തിട്ട് ഒരു എന്തിന് മുട്ടയുടെ മണം വരുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ഫുൾ ഹിഡൻ ജെംസ് കണ്ടുപിടിക്കണം. ജെംസ്. ഓ രാവിലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ ആക്ച്വലി താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. പക്ഷേ ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഡോമിറ്ററി അല്ല, നല്ല പ്രോപ്പറായിട്ടുള്ള ഹോട്ടൽസ് പോലുള്ള പ്രൈവറ്റ് റൂംസ് ഉണ്ട്. സോ വിത്ത് റെസ്റ്റോറൻറ്റും കാണും. സോ ഐ തിങ്ക് ഒരു 3000 റുപ്പീസാണ് ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും എവിടെയാണെങ്കിലും കണ്ടത്. കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം 1-2 റൂംസേ കാണുള്ളൂ. ബട്ട് ഐ തിങ്ക് സോ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റേ ഫോർ കപ്പിൾസ് ഓഫ് ഫാമിലീസ്, അല്ലെങ്കിൽ പ്രൈവസി വേണ്ടവർക്ക് അഫോർഡബിൾ ആയിട്ട് നല്ല ലൊക്കേഷനിൽ. ഹോസ്റ്റൽ ഊട്ടിയിലാണ് നമ്മളുള്ളത്. അതെ, ജെഫ്രി മറ്റേ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് റിച്ച് മാൻ അല്ലേ. കോണ്ടിനെന്റൽ അത് കോൺഫ്ലേക്സ് ഒഴിക്കാൻ എൻ്റെ ജെഫ്രി. ഇത് ജെഫ്രിന് കോൺഫ്ലേക്സ്, അതിൽ പഞ്ചസാര, ഇവിടെ കുറച്ച് ബ്രെഡ്, ഫ്രഞ്ച് ഫ്രൈസ് കണ്ണ കരയാൻ തോന്നും. ഒന്ന് ഒരു റീത്തും വെച്ച് കൊടുക്കും, പിന്നെ മുട്ട, എന്നിട്ട് പാലും. എൻ്റെ ആണെങ്കിലോ അതെ ലസ്സിയും. ഇത് ചിക്കൻ കറിയാണ്, കീമ. ആൻഡ് ഇത് എൻ്റെ പൊറാട്ട. എനിക്കില്ലാന്ന് പറഞ്ഞതാ, എന്നിട്ട് അവരുണ്ടാക്കി തന്നതാ. കണ്ടാ എന്താ എന്താ സ്വന്തമായിട്ടുള്ള ആദ്യമേ കഴിച്ച്. അതെ ഇതെനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞോ. ഓ ഇന്ന് പക്ഷെ അടിപൊളിയാണ്. ഇന്നിപ്പോൾ 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു ഹിഡൻ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ടൂറിസ്റ്റ് പോവാത്തൊരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടത്. ആൻഡ് ഇപ്പോഴും ഒരു 20 ഡിഗ്രീസ് 18 ഡിഗ്രീസും കാണ്ടേ ഉള്ളൂ. നല്ല വെയിലുണ്ട് 10 മണിക്ക്. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ദ പെർഫെക്റ്റ് തിങ്. നല്ല ഫോട്ടോസും ഫുട്ടേജും കിട്ടും. ആ സമയത്ത് തണുപ്പുമില്ല. ഇറ്റ്സ് ഈസ് ആബ്സല്യൂട്ട്ലി പ്ലസൻറ്റ്. ഒരു പ്ലസൻറ്റ് പെർഫെക്റ്റ് വെതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഊട്ടിയിലുള്ളതാണ്. ഇത്രയും കാലം ഊട്ടി വന്നിട്ട് ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ. ഒരു ഐക്കൺ തന്നെയല്ലേ ഈ സംഭവം. എന്ത് രസമല്ലേ. ഒരു 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 സിനിമ സെറ്റ് പോലെ അല്ലേ. മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള പ്രദേശം കണ്ട ഭയങ്കര ഇവിടെ പഠിച്ചായിരുന്നെങ്കിലും ഉണ്ടല്ലോ. ദിലു ഇവിടെ പഠിച്ചായിരുന്നെങ്കിൽ നല്ല സ്വഭാവമായത്, നല്ല വൈകി വന്നേനെ. ഊട്ടിയില് ഇപ്പൊ ഞങ്ങള് ഒരു 18 കിലോമീറ്റേഴ്സ് മാറിയാണ് പോകുന്നത്. ഒരു ലേക്ക് തപ്പിയാണ് പോകുന്നത്. ഹിഡൻ ലേക്ക് ആണെന്ന് പറയുന്നു. പക്ഷെ അവിടെ വെള്ളം ഉണ്ടോന്ന് അറിയില്ല. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മറ്റേ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കാറിനകത്ത് ഇട്ടിട്ട് സിമ്പിൾ പോലെ പോവായിരുന്നു. എന്നിട്ട് അവിടെ കൊണ്ടേ തുറന്നു വിടാം അല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് നീന്തി കളിക്കണം. അപ്പൊ എന്തായാലും നല്ല റോഡാണ്. 18 ഇനി 14 കിലോമീറ്ററും കൂടി ഉണ്ട്, അരമണിക്കൂർ. പക്ഷെ ഇവിടുത്തെ ഡ്രൈവ് ഒന്നും എനിക്ക് പേഴ്സണലി മൂന്നാറിലെയാണ് കുറച്ചും കൂടെ പ്രകൃതി ഭംഗി തോന്നില്ലേ. ഈ മറ്റേ ടീ എസ്റ്റേറ്റ് അത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ എസ്റ്റേറ്റ്സ്. നമുക്കറിയുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ ഭയങ്കര ഭംഗി. ഗൈസ് തപ്പി വന്നതാണ്, ആരുമില്ല. വെള്ളം കുറവാണ്. വെള്ളം കുറവല്ല, ഓൾമോസ്റ്റ് എംപ്റ്റിയാ. പക്ഷെ വെള്ളം കുറച്ച് വെള്ളമുണ്ട്. അത് കുറച്ച് എൻ്റെ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ട് കാണിക്കാം. കരടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടും. ഞാൻ മരത്തെ കയറും. ഞാൻ ഓടും. അപ്പൊ എന്താണെന്നറിയോ, കുറച്ച് വെള്ളമുള്ളത് തന്നെ കാണിക്കാം. അത് തന്നെ അത്യാവശ്യം നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ മൊത്തം വെള്ളമാണെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ സൈഡിൽ വീഡിയോ കാണിച്ചു തരാം. അപ്പാ ഇത് കണ്ട, നമ്മളിത് ഇങ്ങനെയൊക്കെ പോവാണ് ആരും ഇല്ലാതെ. ഇതൊക്കെ ഒരു ഹൊറർ പടത്തിന് കണ്ട് എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ജെഫ്രിന് കുറവുള്ള സാധനം. എന്ത് സാധനം? കാർത്തികേയനോ? ഡിക്സി സ്കോട്ട്. അറിയോ കമ്പനി? ഏതാ? പണ്ട് സുനിൽ മറ്റേ സണ്ണിഡിയോള്
സണ്ണിടിയോളം ആരോ ഇട്ട് നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ പരസ്യം കണ്ടിട്ടുണ്ട്. ഡിക്സി സ്കോട്ട്. കുളിക്കാൻ നേരത്തെ ആരോട് ഒരു വെച്ചിട്ട് മറന്നു. അപ്പൊ ഇത് നമ്മൾ പോകുന്നുണ്ട്. ഭയങ്കര ആരും ഇല്ല അല്ലേ, വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ലെവലായി, ഭയങ്കര സംഭവം ഇപ്പൊ അതിനെ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. ഇത് കണ്ട, അതാണ് ആക്ച്വലി ആ ഒരു എമറൽഡ് ലേക്ക് എന്ന് പറയുന്നത്, ആവലാഞ്ച് ലേക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ലേക്ക് കാണാം. പക്ഷെ ഇപ്പൊ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് മൊത്തം വെള്ളം നിറഞ്ഞ് വെള്ളം വരും. എന്നിട്ട് ബ്ലൂ കളർ ആയിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ ക്രേറ്റർ ലേക്കില്ല നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ കാണുന്ന പോലെ ഏകദേശം ആ ഫീൽ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഈ പച്ച മൗണ്ടൻസും ആയിരിക്കും. ഭയങ്കര ലുക്കായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അത്രയും വെള്ളമില്ല. അവിടെ അടിപൊളിയായിരുന്നു. ആ ജെഫ്രൻ പ്രതിമ ഇരിക്കുന്ന കണ്ടാ? വല്ല മറ്റേ ഇതാണോ മാൻഡ്രേക്ക്? എടുത്തോ? ചിലപ്പോ അത് എടുത്താ കോടീശ്വരനാവും. ഭാഗ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു എന്തോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പ്രതിമയാട്ടോ അവിടെ ഇരിക്കുന്നത്. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ കുറെ നേരം ഇരിക്കാൻ തോന്നുന്നില്ല. ആരും ഇല്ല. നമ്മുടെ മറ്റേ ഊട്ടിയിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ലെവലായി നമുക്ക് ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ച് അതിന്റെ കവറും പേസ്റ്റ് ഒക്കെ കൊണ്ടുപോവാം. ബാക്കിയൊന്നും വേറെ കുഴപ്പമില്ല. ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഫുൾ ലേക്കാ. അത് 2 സൈഡിൽ ആക്ച്വലി ലേക്കാണ്. ഒന്ന് ആവലാഞ്ച് ലേക്കും ഒന്ന് എമറൽഡ് ലേക്കും ആണ്. അതെ, ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. ഊട്ടി വന്നിട്ട് പൈൻ ഫോറസ്റ്റ് ഇതുവരെ പോയിട്ടില്ല. പിക്നിക്കിന് വരെ കൊണ്ടുവരുന്നതാ. പിക്നിക്കിന് വന്നതല്ലോ കോളേജ് എക്സ്കർഷന്. അന്ന് സമയം കാണില്ലല്ലോ ഒന്നിനും. ആ പോവാൻ സമയം കാണില്ലല്ലോ. അപ്പൊ ഞാൻ പൈൻ ഫോറസ്റ്റിൽ കൊണ്ടുപോവാ കേട്ടാ. അത് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. ഇവിടുത്തെ ഒന്നും കഴിക്കരുത്. കുരങ്ങൻ മോഷ്ടിച്ചോണ്ട് പോകുന്നുണ്ടോ ഓരോ സാധനങ്ങള്. അത് പെണ്ണ് അമ്മ മോന്റെ അടുത്ത് എറിഞ്ഞു കൊടുത്തു. അമ്മേനെ അറ്റാക്കാൻ വന്നു. അപ്പൊ മോൻ ഓടി. അപ്പൊ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് വരാം. പോയി വാങ്ങ്. കുരങ്ങിനോട് ചോദിച്ചാ തരും. പൊളിച്ചെടുത്ത് തന്നെ ഇരുന്ന് ഫ്രൈംസ് അടിക്കുന്നത്. പോയി വാങ്ങ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഊട്ടി വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കാരണം പൈൻ ഫോറസ്റ്റ് കാണിക്കാൻ പോകുന്ന ജെഫ്രിൻ ടിക്കറ്റ് എടുക്കുവാണ്. ഒരാൾക്ക് 30 രൂപ. ഇതാണ് പൈൻ ഫോറസ്റ്റ്. മനസ്സിലായോ? പൈൻ ഫോറസ്റ്റിന് ഉള്ളില് ഏറ്റവും എൻഡ് ചെയ്യുന്നത് ലേക്കാന്ന്. മരങ്ങളുടെ ഹൈറ്റ് നോക്ക്. നമ്മുടെ ഹൈറ്റ് അല്ലേ? 2 തോട്ടികള്. സത്യം പറഞ്ഞ ഈ പൈൻ ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, ഈനെ കാട്ടി ഭംഗിയായിരുന്നു തന്നെ നമ്മൾ പോയ എമറൽഡ് ലേക്കിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ. കാരണം 2 ലേക്സ് അല്ലേ. പക്ഷെ ഇത് ചെറുതാ. ഇത് ചെറിയ ലേക്കാ. അത് വെച്ച് നോക്കി എന്ത് അല്ല ചെറുതല്ലാട്ട്. ഇത് അങ്ങോട്ടുണ്ട്. മറ്റേത് ഒറ്റൊരു ഹോളിൽ കിടക്കുന്ന പോലെയാ. നല്ല സ്ഥലം. പക്ഷെ ഇത് കൊള്ളാം കേട്ടാ. നല്ല കാറ്റും. അപ്പൊ ഇത് കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ട്? ഏതോ ഞാൻ ജസ്റ്റ് പൈൻ ഫോറസ്റ്റിനകത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. കൊടൈക്കനാലും ഉണ്ട് ഇതുപോലെ പൈൻ ഫോറസ്റ്റ്. പക്ഷെ അവിടെ ലേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കൊടൈക്കനാൽ പോയിട്ട് മൂന്നാർ പോവാ അല്ലേ? ഏതാ? ആ എല്ലാം പോകണം. എന്തായാലും അന്തൂന് വരാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല. നമ്മള് സഹിക്കോ അങ്ങോട്ട്. ഫോട്ടോ കണ്ട് മിസ് ചെയ്യും. അതെ. എവറസ്റ്റ് കയറണ്ടേ? മലയാറ്റൂർമല പോലെ പോയി. എവറസ്റ്റ് കയറണ്ടേ? വേണം. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് ശരിക്കും ഊട്ടിയുടെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കളർഫുൾ വില്ലേജസ്, ഫുൾ ഓഫ് ഗ്രീനറി, നടുക്ക് കുറച്ച് കൃഷി. ജസ്റ്റ് സോ സീനിക് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. അടിപൊളിയല്ലേ ഇങ്ങനെ ആരും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അത് വേണ്ട. എനിക്ക് ചായ മേടിച്ചെന്നാണ് എന്റെ ഹിഡൻ ഡെസ്റ്റിനേഷൻ ഡിസ്കവറി. ഫുഡ് നല്ലതോ ചീത്തൊന്നുള്ളതല്ല, ഈ സാധനം ഉണ്ടോ ആംബിയൻസ് കാണിക്കട്ടെ സ്ഥലം. Guys, welcome to Mindscapes Ooty and it is definitely mind blowing. മൈൻഡ്സ്കേപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ദീപ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. എനിക്കിത് റെസ്റ്റോറൻ്റ് ആണോ ബാറാണോ ഹോട്ടലാണോ എന്നൊന്നും അറിയില്ല. റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർന്നുണ്ട്, പക്ഷേ റൂംസും ഉണ്ടെന്നാണ് ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടത്. ഒരു അയോണിക് 5 ഇവിടെ ചാർജിങ് നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ എടുക്കാൻ പോയ കളർ ഗ്രേ ആയിരുന്നു, പക്ഷേ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. അല്ലേ?
സൂപ്പർ സ്ഥലം. റേറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല അല്ലേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. മൺസിനിയർ ഓക്കെ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് റേറ്റ്സ് ഒക്കെ പറയാം. പക്ഷേ ഐ ഫീൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് വേറെ എവിടെയാണ് ഞാൻ മൺസിനിയർ എന്ന് പറഞ്ഞു. ഈ ഒരു ആംബിയൻസ് അതുകൂടെ പൊക്കിയല്ലോ ബാക്കിലത്തെ. ഞാനത് പറഞ്ഞു നോക്കാൻ പറ്റുമെന്ന്. ആംബിയൻസ് കാണിക്കാൻ മറന്നു. ഈ പ്ലേറ്റ് ഒക്കെ പക്ക ഒരു ഫൈൻ ഡൈനിങ് രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ചിൽഡ് ബിയേഴ്സ്, വൈൻസ്, ബാർ ഒക്കെ ഉണ്ട്. ഭയങ്കര നല്ല ആംബിയൻസ് ആണ്. മിസ്റ്റും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ടേബിൾ തന്നെ ഭാഗ്യത്തിന് കിട്ടി. ഇവിടെ കണ്ടാൽ അടിയിലും വേണമെങ്കിൽ താഴെ ഇരിക്കുന്ന രീതിയിൽ ഒരു ജാപ്പനീസ് രീതിയിലും ഇരിക്കാൻ പറ്റും. ഇവിടെ വേറൊരു പ്രോപ്പർ ഡൈനിങ് ഏരിയ. ഔട്ട്സ്റ്റാൻഡിങ് പ്ലേസ്. ആംബിയൻസ് വൈസ് 10 on 10 അല്ലേ? 10 out of 10. ഇനി ഫുഡും കൂടെ വരട്ടെ. അതെ, അപ്പൊ തീരുമാനിക്കാം. പോർക്കുണ്ട്. ഉണ്ടോ നോക്കാം. ജെഫ്രി കുറെ നേരം എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ജെഫ്രിന്റെ ഇത് സൂപ്പാണ്, മഷ്റൂം സൂപ്പാണ്. സോ ഇതില് ഗാർലിക് ബ്രെഡ് വരുന്നുണ്ട്. ജെഫ്രി വിചാരിച്ചു ഇത് കുടിക്കാനുള്ള എന്തുവാന്ന്. ഇതാണ് സൂപ്പ്. ഇവിടുത്തെ പ്രസന്റേഷൻ ഒരു രക്ഷയില്ല. ഇത് ഇവരുടെ കൊറിയൻ ചില്ലി ബീഫാണ്. ലുക്ക് സോ ഗുഡ്. ഐ തിങ്ക് സോ ദേ യൂസ് ദ ബെസ്റ്റ് ഓഫ് ബീഫ് ടു യൂസ്. ആ ബെസ്റ്റ് ബീഫിന്റെ കട്ടായിരിക്കും ഉപയോഗിക്കുക. മേ ബി ടെൻഡർലോയിൻ സംതിങ്. അത് കാണുമ്പോഴേ അറിയാം. ചെറിയ ഫാറ്റിന്റെ പോർഷൻസ് ഉണ്ട്. ഐ ലവ് ദി ആംബിയൻസ് ആൻഡ് സർവീസ്. സൂപ്പർ ആയിട്ടില്ലേ? ഫുഡ് കാണാനും അടിപൊളി. ഇനി കഴിച്ചു നോക്കട്ടെ. ഓക്കെ, ഇത് ഒരു എയർ ബബിൾ പോലെ ഉണ്ട്. ഞാൻ ഐസ്ക്രീം മാറുന്നോത്തിരിക്കുകയാണ് ആദ്യമേ. ഓ മൈ ഗോഡ്, അടിപൊളി. ഇത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് ആണ്. സോ വെൻ യു യൂസ് ദ എഗ് വൈറ്റ് ആൻഡ് ദ മഷ്റൂം, ഞാൻ കഴിച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ നോൺ വെജ് ക്രീമി സൂപ്പിനും കാട്ടി ടേസ്റ്റിയാണ് ഈ മഷ്റൂം സൂപ്പ്. ഓക്കെ, ജെഫ്രിന് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ ഇതും അതും കൂടെ കൊണ്ടിട്ട് ഓവർ പ്രൈസ്ഡ് ആണെന്ന്, റേറ്റ് വിഷയമാണെന്ന് പറ. ഡിസ്ക്രൈബ് ഒന്നും ചെയ്യണ്ട. എങ്ങനെയുണ്ട്? അത്രയും മതി. അടിപൊളിയല്ലേ? എനിക്കും വേണം. എന്തൊരു സംഭവം ഇത്! എനിക്കിത് വേറെ എന്തൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ? ഇതാണ് ശരിക്കുള്ള മഷ്റൂം സൂപ്പ്. ഇവരുടെ ചൈനീസ് പോക്ക് സ്പെയർ റിബ്സ് ആണിത്. ഇത് കണ്ടിട്ട് തന്നെ എന്റെ അമ്മോ, ഫുൾ ഫ്ലേവർഡ് ആണ്. പൂ എടുത്തോ? എനിക്ക് വേണ്ട കേട്ടോ പൂ. ഞാനൊരു പൂ ഇപ്പൊ കഴിച്ചു. ഫോട്ടോ ഒക്കെ എടുത്തോ? എല്ലാം എടുത്തു. എന്നാ കഴിക്കാം. എടുക്കുവാണ്. പെർമിഷൻ എടുത്തോ, ധൈര്യത്തോടെ എടുത്തോ. എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കൊതി വരുന്നുണ്ട് ജെഫ്രി. പൈസ നോക്കണ്ട, ആസ്വദിക്കാം. അത്ര അടിപൊളിയാണ്. കാരണം ഇങ്ങനെ പറയാത്ത ആളാണ് കേട്ടോ പൊതുവെ. ഈ പോക്ക് റിബ്സ് നമ്മുടെ ചൈനീസ് വെൻഡേഴ്സിന്റെ അടുത്തൊക്കെ രാവിലെ പോകുമ്പോൾ ഈ ചാസുയി പോക്ക് ഉണ്ടാക്കും, നമ്മൾ ബാബയ്ക്ക് പോക്ക് ഉണ്ടാക്കുന്ന അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാൻ ആക്ച്വലി നേരത്തെ വീഡിയോ എടുത്തത് ജെഫ്രിൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ ആ വലിയ പീസിനെ വീണ്ടും കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ദിസ് ഇസ് ലൈക്ക് സ്പൈസി ആണ്, സ്വീറ്റ് ആണ്, സോയ് സോസിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് വെരി ടെൻഡർ. നമുക്ക് കടിക്കുമ്പോൾ ഒരു പോക്കിൻ്റെ ബൈറ്റും വരുന്നുണ്ട്. പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഫാറ്റും മീറ്റും ആണ്. കുറച്ച് ഫാറ്റേ ഉള്ളൂ, അതൊന്നും മട്ടിക്കത്തുമില്ല. മസ്റ്റ് ട്രൈ. ഇവരുടെ ഹൈലി റെക്കമെൻഡഡ് ഐറ്റമാണ് ചിക്കൻ ആലാ കീവ്. അതൊന്ന് ട്രൈ ചെയ്യണം. ആൻഡ് ഇതിൻ്റെ നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റി, പോർഷൻ സൈസ് നോക്കി. ഇത് 3-in-1 നൂഡിൽസ് ആണ്. സോ എനിക്കൊന്ന് സെസ്മി ഓയിൽ, ചില്ലി ഓയിൽ, പിന്നെ ഒരു വിനേഗർ, 3 ഇട്ടിട്ടുള്ള നൂഡിൽസ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആദ്യമേ കഴിക്കാം, അല്ലെങ്കിൽ തണുത്തു പോയാൽ കൊള്ളു. ചിക്കൻ ആലാ കീവ്, വെജിറ്റബിൾസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ട് ഇതെന്തായിരിക്കും? ചിക്കൻ. ഓക്കെ, പക്ഷേ നോക്ക് ബാക്കിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടോ? നോക്ക്, ബട്ടറാ. നോക്ക്. ഇത് പ്രസ് ചെയ്തിട്ട് നിൽക്കുന്നില്ലല്ലോ. ഇതൊന്നും ഉണ്ടല്ലോ. Look at this. ഇനി ബട്ടറിൽ ഹെർബും ബട്ടറും ഒക്കെ ഇട്ട് ജഫ്രിന് പറ്റില്ല, മട്ടിക്കും. ഓ മൈ ഗോഡ്, ദിസ് വിൽ ബി ലൈക്ക് ഒരു 2000 calories കാണും. ഞാൻ DBC കഴിക്കുന്ന ആളാ, പക്ഷെ ഇത് കഴിക്കുമ്പോൾ റിഗ്രറ്റ് വരുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പ്ലേറ്റ് കാണിക്കുക. ഓ മൈ ഗോഡ്, നോക്ക്, ഇത് കോരി കുടിക്കണം സൂപ്പ് പോലെ. തിരിച്ചു വെച്ച് നോക്കട്ടെ.
It's perfectly crispy fried chicken breast, salty, herby. എന്താ പറയുന്നത്, സ്വിസ് പശുവിന് കൊണ്ടുവന്ന പോലത്തെ ബട്ടർ, അത്രയും പ്യുവർ. ഒരു പ്രോസസ് ബട്ടറിന്റെ ടേസ്റ്റേ അല്ല വരുന്നത്. ഇറ്റ്സ് സോ ഗുഡ് മതി. ഗൈസ്, ഇതുണ്ടല്ലോ, ഇറ്റ് ഇസ് ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ടേസ്റ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് വിൽ ബി ഓവർലി കുറച്ച് സോൾട്ടി ആയിരിക്കും, കാരണം ബട്ടർ വിൽ ബി സോൾട്ടി. എല്ലാം കൂടെ മിക്സ് ചെയ്തത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഷോക്കാണ്. ഊട്ടിയിൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോ? ബാംഗ്ലൂർ പോലും ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ജെഫ്രി മട്ടിക്കാതെ ഇത്രയും റിച്ച്. എനിക്ക് പറ്റുന്നില്ല DBC കഴിക്കുന്നത്. ജെഫ്രി നോക്ക്, ഇനി നൂഡിൽസ് ബാക്കി ഇരിക്കുന്നുള്ളൂ കേട്ടാ. ആ ബട്ടർ കോരി കുടിക്കുന്നത്. ഗൈസ്, ദിസ് നൂഡിൽസ് നോ, ഇതിന് പ്രോപ്പർ ഒരു ചൈനീസ് 5 സ്പൈസ് നൂഡിൽസിനൊക്കെ ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. ആൻഡ് പോക്ക് വെറുതെ സാധാരണ വേവിച്ചെടുക്കുന്ന പോക്കല്ല. ഐ തിങ്ക് സോ ഇറ്റ്സ് പെർഫെക്റ്റ് പ്രോപ്പർ ബാർബക്യൂഡ് പോക്കാണ്. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പോകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനത്തെ പീസ് ഓഫ് പോക്ക് കാണുന്നത്. ബാക്കിയുള്ള നാട്ടിലൊക്കെ കഴിക്കുമ്പോഴും ബാംഗ്ലൂരൊക്കെ കഴിക്കുമ്പോഴും സാധാരണ ബോയിൽ ചെയ്ത പോക്കാണ് ഇടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സോ മൈൽഡ്ലി സ്പൈസ്, യു ക്യാൻ ഗെറ്റ് ദ ഫ്ലേവർ ഓഫ് എവറിത്തിങ്. നൂഡിൽസ് ആർ സ്പ്രിങ്ങി, വെരി ഫ്ലേവർഫുൾ, പക്ഷെ ഒന്നും ഓവർ പവറിങ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ മീൽ ഓഫ് ഓൾവേസ് റിമെമ്പർ, അല്ലേ? എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മീല. ഇവിടെ നമ്മൾ സജസ്റ്റ് ചെയ്ത ചേച്ചി ഉണ്ടല്ലോ, ശരിക്കും ഡെസേർട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ വോമിറ്റ് ചെയ്യും അത്രയും. കാരണം എന്താ അറിയോ, എല്ലാ ഫുഡും ഭയങ്കര റിച്ചാ, അല്ലേ? എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഡെസേർട്ട് എന്തായാലും കഴിക്കണം. അത് കഴിക്കണം. പക്ഷെ നമുക്ക് കുറച്ച് നമ്മുടെ ഊട്ടി വരെ എത്തിക്കഴിയുമ്പോ വേണമെങ്കിൽ ഒന്ന് റൂമിൽ പോയി വേണമെങ്കിൽ ഒന്ന് കിടക്കണം. റിലാക്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങില്ല. എന്നാ വേണ്ട, എന്നാ നമുക്ക് ഡെസേർട്ട് കഴിച്ചിട്ട് പോവാം. എങ്ങോട്ട്? അപ്പൊ പിന്നെ കോഫി കുടിക്കാൻ വരണ്ടേ? അതപ്പോഴല്ലേ, വൈകുന്നേരല്ലേ? 4 മണി. അതാണ് ഒരു വയറുണ്ട്. ആരെങ്കിലൊക്കെ വയറ് കടന്നു തരുമോ കുറച്ചു നേരത്തേക്ക്? എന്തായാലും ഒന്നും കൂടെ എന്റെ ഇവിടുത്തെ വ്യൂവും കൂടെ കാണിച്ചിട്ട് ഞങ്ങൾ പയ്യെ എന്തായാലും ഇറങ്ങുവാണ്. റൂമിലേക്ക് പോകുന്നില്ല, നേരെ കോഫി കുടിക്കാൻ വേണ്ടി പോവാണേ. ഇപ്പോഴും കഴിച്ചതിന്റെ വയറ്റിന്റെ ഫുൾനെസ് മാറുന്നില്ല. എന്നാലും ഊട്ടിയിൽ നിന്ന് നാളെ പോകുന്നതുകൊണ്ട് കുറേയും കൂടെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ തോന്നുന്നു. അപ്പൊ ആദ്യമേ ഒരു ബണ്ണുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ അത് കഴിച്ചോ വലിയ ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അന്തു പറഞ്ഞുണ്ട് നല്ല ടേസ്റ്റാ. അന്തുന് തന്നെ 4 എണ്ണം വേണമെന്ന്, അത് തപ്പി പോവാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും എന്തെങ്കിലും കഴിക്കും, ഹോട്ട് ചോക്ലേറ്റ് കുടിക്കും. ഇവിടെ തന്നെ കഴിക്കണം, ഒരു ഹോട്ട് ചോക്ലേറ്റും ഡെസേർട്ടും. ആൻഡ് അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി കിടന്നിട്ട് വീണ്ടും ഡിന്നറിന് ഇറങ്ങുക. അതൊന്ന് യോഗം ഉണ്ട്, നമുക്ക് യോഗമില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് 2 എണ്ണം കഴിക്കാം, അല്ലെങ്കിൽ അന്തുന് 2 എണ്ണം കൊടുക്കാം. കറക്റ്റ് 2 എണ്ണം ഉള്ളു ബാക്കി. ബോർഡൊക്കെ കണ്ടാൽ തോന്നും പോരാ വേണ്ടെന്നൊക്കെ. പക്ഷെ ഇത് വെർച്യൂ ബേക്സ് ആണ്. ഇവിടുത്തെ ചോക്ലേറ്റ് സ്റ്റഫ്ഡ് ബൺ ഭയങ്കര സംഭവമാണെന്നാണ് അന്ത് പറയുന്നത്. എനിക്കിത് കഴിച്ച ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ 2 എണ്ണം ഉള്ളൂ. രാവിലെ 10:30 തന്നെ വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ വേഗം കിട്ടും. ഇത് വേറെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ സജഷനിൽ ഞങ്ങൾ പോവാണ്. ഷുഗർ ഡ്രിബിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് ഇതിന്റെ ഉള്ളിൽ എവിടെയാണ്, ഇതൊരു ചെറിയ ഒരു കോംപ്ലക്സ് ഏരിയ പോലെയാണ്. ഇവിടെ എവിടെയാ നല്ല ഒരു കഫേ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് വേണ്ട കാണുന്നില്ല. കിട്ടും, മീറ്റ് സ്റ്റോർ ഉണ്ട്, ആർട്ട് ഗാലറി. കൊള്ളാലോ. വാവ്, ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ ഇങ്ങനത്തെ സ്ഥലം. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കൊക്കോ സീക്രട്ട് ഉണ്ട് ആൻഡ് ഷുഗർ ഡ്രിബിൾ. പക്ഷെ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമുണ്ട്. സാധനങ്ങള് ന്യൂട്ടല്ല ചീസ് കേക്ക്, കാരമൽ ടോട്ടെ, ടീരാമിസു, സ്നിക്കേഴ്സ് ബാർ. അമ്പോ, this is so good looking. Nutella cheesecake, chocolate mousse dome. ഇത് ഐസ്ഡ് മൈലോ, ഒരു 3/4 ലിറ്റർ ഉണ്ട്. കുടിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോഴല്ലേ പറഞ്ഞു, അവിടെ കഴിച്ചത് എല്ലാരും പറഞ്ഞില്ല. ഇല്ല, അതെ, ഇതുപോലെ നമ്മൾ ഇതുവരെ ഊട്ടി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. നമ്മള് ഇന്നലെ കൂടെ പറഞ്ഞോളൂ വെറൈറ്റിക്ക് വേണ്ടിട്ട് ഊട്ടിയിൽ വരില്ലെന്ന്. ഫുൾ വെറൈറ്റി പറഞ്ഞൊക്കെ തിരിച്ചെടുക്കുന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത 2 സ്ഥലം നമ്മൾ അടുത്ത തവണത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. പോകാൻ പറ്റുള്ളല്ലോ, നാളെ രാവിലെ പോകണ്ടേ. അതെ, നോക്കട്ടെ തിരിച്ച് കൊള്ളാവുന്നു. അത് കൊള്ളാം കേട്ടോ. നല്ല ചോക്ലേറ്റ് മൂസ്, മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ്, കുറച്ച് ക്രീം, മുകളിൽ വെളിയിൽ കുറച്ച് പിസ്താഷ്യോ നട്ട്സ്. അത് കഴിച്ചില്ലല്ലോ, അത് ഞാൻ മറ്റേത് വന്നിട്ട് കഴിക്കാം. വിചാരിച്ചു ഊട്ടിയില് മൂതീസിൽ മാത്രമാണ് മറ്റേ പൊടി അല്ലാത്ത ഹോട്ട് ചോക്ലേറ്റ് ഇടുന്നതിന്. ബട്ട് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ലുക്കിംഗ് ലൈക്ക് ഒരു പ്രോപ്പർ
ലിക്വിഡ് ബേസ് ഐ മീൻ മറ്റേ ചോക്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് പൊടി അല്ലാന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ആയിരിക്കണം, നല്ല ഡാർക്ക് ആയിരിക്കണം, പക്ഷെ ഒരുപാട് കട്ടിയൊന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല. ചീസ് കേക്ക് ന്യൂട്ടല്ല ഫ്ലേവേർഡ് ആണ്. അടിയിലത്തെ ബേസും ചോക്ലേറ്റ് ആണ്. ഇത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ, പക്ഷെ എനിക്ക് ന്യൂട്ടല്ല ഫ്ലേവർ ഓണസ്റ്റ്ലി കിട്ടുന്നില്ല. കുറച്ചും കൂടി ഒരു ഹേസൽനട്ടി ഫ്ലേവർ വരുന്നുണ്ട്. ഓവറോൾ നല്ല ഒരു ക്വാളിറ്റി ചീസ് കേക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഒരു തട്ടിക്കൂട്ടിയുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. വെരി നൈസ്. അത് അടിപൊളിയാ, അടിപൊളിയാ. ഇത് രണ്ടും അടിപൊളി അല്ലേ? അപ്പൊ ഹാപ്പി അല്ലേ? നീ റൂമിൽ പോവാം, ഡിന്നറിന് നീ ഇറങ്ങണ്ട. വേണ്ടല്ലോ, വീഡിയോക്ക് വേണ്ടിയാണെങ്കിൽ മാത്രം ഞാൻ വരാം. എന്നാ ഓക്കെ. നമ്മളൊന്ന് ഈവനിങ് ആയപ്പോ ഹോസ്റ്റലിൽ കറക്റ്റ് ടൈമിനാണ് എല്ലാരും ഇവിടെ ഇതിന്റെ മേളിൽ കയറി നിന്നാണ് കുറേ നേരം ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഫുൾ ബാച്ചിലേഴ്സും അങ്ങനത്തെ ക്രൗഡാണ്, പക്ഷെ ലേഡീസ് കുറെ ഉണ്ട് അല്ലെ, ഒരുപാട് ലേഡീസ് ഉണ്ട്. അതിന്റെ അർത്ഥം ദേ ഫീൽ സേഫ് ഓവർ. ഫാമിലി പ്രായമായിട്ടുള്ള ഭയങ്കര ഷോക്കിംഗ് ആട്ടാ. എനിക്ക് അവര് ഒരു ഡോമില് 4 റൂമാ, അതിലൊരു ബാത്റൂമും കാണും. അപ്പൊ അവരങ്ങനെ എടുക്കുന്നതാന്ന് തോന്നും. എന്തായാലും സൂപ്പർ സെറ്റപ്പ്. ഇനി കുറച്ചു നേരം റൂമിൽ പോയി ഒന്ന് എന്നിട്ട് വൈകുന്നേരം രാത്രി ഡിന്നറിന് സൂപ്പ് മാത്രം കുടിക്കാം. ഒന്നുമില്ല. ഈ വെതറിന്റെ പ്രശ്നം അറിയോ, ഒരുപാട് ഉറങ്ങാൻ തോന്നും. അപ്പൊ എന്തായാലും ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ വെളിയിൽ പോകുന്നില്ല, ഭയങ്കര ഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും ഒന്ന് പേരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് ഹോസ്റ്റലിൽ ഇവിടെ തന്നെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ജെഫ്രിൻ രാത്രി ഇത്രയൊക്കെ കഴിച്ചിട്ട് എന്താണെന്ന് അറിയോ, റൈസും ചിക്കനും പറഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് ഞാൻ. ജെഫ്രിൻ ഇതിന്റെ വെയിറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കുന്നു. സമ്മതിക്കണം സാറിനെ. ലാസ്റ്റ് പീസ് ഓഫ് എന്ത് സാധനം എനിക്കറിയാം, നമ്മളെ ചപ്പാത്തി ചിക്കൻ റൈസ്, എഗ് റൈസ് പറഞ്ഞില്ല. അല്ലല്ല, ഞാനൊരു ജസ്റ്റ് ഒരു മറ്റേ റൊട്ടി പോലത്തെ സാധനം, അതും ചിക്കനും നന്നായി. ഇതേ വലിയ സൂപ്പ്. എനിക്ക് എന്റെ പകുതി മതി. ഓ അപ്പൊ കൈ കഴുകട്ടല്ലേ. അപ്പൊ ജെഫ്രി, നാളെ ബാക്ക് ടു അവർ ലൈഫ്സ്, ബാക്ക് ടു ബാംഗ്ലൂർ. ജെഫ്രി, ഞാൻ ബാക്ക് ടു കൊച്ചി. കോയമ്പത്തൂർ വെച്ച് നമ്മൾ പിരിയുന്നതായിരിക്കും. ഇനി എപ്പോ കാണും ഒരു ഐഡിയ ഇല്ല. കാണും, ഞാൻ അടുത്ത മാസം വരും. എന്തേ? ചുമ്മാ അടുത്ത മാസം ബർത്ത്ഡേ അല്ലേ സാറിന്റെ? ഓക്കെ. എന്നാലും ഇത്തവണത്തെ ഊട്ടി ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ഇതുവരെ വന്നേക്കാളും അല്ല, അടിപൊളിയായിരുന്നു. ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. ഫുഡ് തകർത്ത് ഇത്തവണ. ഫുഡാണ് തകർത്തത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തിരുത്തി പറയേണ്ടി വരും. അതെ, ഊട്ടിയിലെ ഫുഡ് സംഭവമാണ് സത്യം. ഓക്കെ, അപ്പൊ നമുക്കിനി വേറൊരു വ്ളോഗിൽ ജെഫ്രിനെ എപ്പോഴെങ്കിലും കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.